ഇപ്പോൾ വാർഷിക പദ്ധതി പോലെ വർഷത്തിലൊരു പോലീസ് വേഷമെങ്കിലും വരുന്നുണ്ടല്ലോ, അതിൽ വ്യത്യസ്തത കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഇതിനകത്ത് അയാൾക്ക് പണത്തിനോടുള്ള കൊതി, തലവേദന സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കാനുള്ളൊരു ശ്രമം, അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കണ്ടല്ലോ. ഇത് എത്രമാത്രം ശ്രമകരമാണ് ഒരു പുതിയ പോലീസുകാരൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക? നല്ല ശ്രമകരമാണ് ആക്ച്വലി. ഞാൻ ഒരുപാട് ഒരു പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് നമുക്ക് കുറച്ച് മടുപ്പുണ്ട് തന്നെ പറയാം. അതിൽ നിന്ന് ബെറ്ററായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മളൊരു പെർഫോമൻസ്, ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു ബെറ്റർമെന്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോന്നോ. ഈ സിനിമ അത്തരത്തിൽ എനിക്കൊരു സേഫ് ഏരിയ ആയിരുന്നു. രഞ്ജിത്തിൻ്റെ ഡയറക്ഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു സേഫ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പം ജോജും മറ്റ് ആർട്ടിസ്റ്റുകളും എല്ലാം ഉണ്ട്. ആ രീതി വേറൊരു നെഗറ്റീവ് ഷെയ്ഡുണ്ട് ഈ ക്യാരക്ടറിന്. ഒരുപാട് ഇമോഷണൽ, ഒരുപാട് തലങ്ങളിൽ കൂടി നമുക്ക് ആക്ടർ എന്നില്ല പരീക്ഷണം നടത്താനുള്ള ഏരിയകളുണ്ട്. എനിക്ക് പറ്റുന്ന സ്കോപ്പുണ്ട്. ആ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വനിതാ പോലീസും കൂടി ഒന്നും ചെയ്യാൻ. ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് അതിനെക്കുറിച്ചൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ആക്ച്വലി ചെയ്യാൻ, വളരെ ഇഷ്ടമാണ്. അത് പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൂടുതൽ അവിടെ. മറ്റേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഹീറോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എവിടെയെങ്കിലൊക്കെ നമ്മൾ കിട്ടിയിടേണ്ടി വരും. ചുറ്റുപാടുകളില്ലാതെ നമുക്ക് കൊണ്ടുപോകുന്നു, അടിയൂരി രക്ഷപ്പെട്ടു പോകാവുന്നു. നെഗറ്റീവ് ഷെയ്ഡ്സ് സട്ടിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. അയാൾക്ക് ഒരു പ്രത്യേക കാര്യത്തിനുള്ള ഒരു ആർത്തി കാണിക്കുന്ന സട്ടിലിറ്റി ഉള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഫ്ലാഷ് ബാക്കിലും ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ അങ്ങനെയാണ്. അപ്പം അവിടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ? ഇയാൾക്ക് ഒരു കാര്യത്തിനുള്ള ഒരു കൊതി എങ്ങനെ കാണിക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നായിരുന്നു ഒരു ഡിസ്കഷൻ. അപ്പോൾ ഡിനു എഴുതിയിട്ടുള്ള പോലെ തന്നെ ജിത്തുമായിട്ട് നമ്മൾ ഓരോ സീനും നമ്മൾ സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഈ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റോറിൽ എടുത്തത് ആ സീൻസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ എടുത്തപ്പോൾ നമ്മളതിൽ എവിടെയൊക്കെയോ എവിഡൻ്റ് ആയിട്ട് തോന്നും ഇയാൾക്കൊരു ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പോകണോ ജിത്തു, നമ്മളത് ഒളിച്ചു വെച്ചിട്ട് പിന്നെ റിവീൽഡായാൽ മതി. ജിത്തുവിന് കിട്ടിപ്പോയിക്കോട്ടെ. നമ്മൾ തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് ആന്റണി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും. ആ ഒരു ചെറിയൊരു കറക്ഷൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണെന്നൊക്കെ ഓരോ സീനിന് മുമ്പ് കാരണം ഇത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയ ടൈം ബാറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് പാളിപ്പോവാൻ വളരെ ചാൻസുകളുണ്ട്. കാരണം നമ്മൾ പല ദിവസങ്ങളിലും പല സമയത്തും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം വന്നൊരു സ്പീഡും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മുടെ ഏരിയ ഇപ്പോൾ ഓരോ സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്യും നമ്മളിത് എങ്ങനെയായിരിക്കണം, ഇവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യണം, അത് കുറച്ചും കൂടെ സെറ്റിലായിട്ട് ചെയ്യണം, എല്ലാം ടീം വർക്ക് ഡിസ്കഷനിൽ പോകുന്നതാണ്. ഇത്തരം സബ്ജക്ട്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ജഡ്ജ്മെന്റിൽ കറക്റ്റ് എന്താണെന്ന് ആ രീതിയിൽ പോകുന്നു. പിന്നെ ടോട്ടലി കാണുമ്പോൾ അത് ഓക്കെ ആയിരിക്കുന്നത് നമ്മളൊരു തീരുമാനമാണ്. വർക്കൗട്ട് ആവുമെന്ന് നമ്മൾ വിചാരിക്കണം. വർക്കൗട്ടായ സന്തോഷം. വലിയ കാര്യം പറയുകയാണെന്ന് ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ വിജയന്റെ ആകെയുള്ള ആശങ്ക എന്ന് പറയുന്നതിന് കണ്ടിന്യൂറ്റി. അത് ഓക്കെ അല്ലടാ, ഈ ഷോട്ടും നമ്മളാ മറ്റേ ഷോട്ടും നേരത്തെ എടുത്തതായിട്ട് മാച്ച് ആവില്ല, കുഴപ്പമില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ ആശങ്കകൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് ചെയ്യാനുള്ള എടുക്കുന്നതെന്ന് അറിയില്ലേ, അച്ഛൻ പോലീസായിരുന്നു. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റം തോന്നി. ഇപ്പോൾ ഒരു പേപ്പർ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ പിറ്റേ ദിവസം വേറെ അത് മാറിയിരുന്നാൽ പോലും നിങ്ങൾ കാണുന്ന ഈ 1 മണിക്കൂർ സ്പാനിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര കണ്ടിന്യൂറ്റി ചിലപ്പോൾ ഫീൽ ചെയ്യണം. അപ്പം അങ്ങനത്തെ ടെൻഷൻസ് നമ്മൾ ആക്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു. എല്ലാവരുടെയും കാര്യം എല്ലാവരും ശ്രദ്ധിക്കായിരുന്നു മാക്സിമം. സാധാരണ സിനിമയുടെ മുമ്പ് നടന്മാർ ഇതില് ഫാൻസിന്റെ ഇത് കാണിക്കും. വിജയന്റെ ഒപ്പം കാണിക്കുന്നത് ബിജ്മാൻ ആൻഡ് ലവേഴ്സ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നാണ് ശരിക്കും വിശേഷിപ്പിക്കുന്നത്. ഈ പണ്ടൊരു സമയത്ത് പിടിച്ചതൊക്കെ കോമഡി പടങ്ങളാണ് മീറ്റർ. പിന്നെ ട്രാക്ക് പതുക്കെ മാറ്റി. അതെന്തുകൊണ്ട് ബോധപൂർവ്വമുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ എത്തിയേക്കുന്നത് ഒരു മാസ്റ്റർ ഡയറക്ടർ ഇതിലാണ്. എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം ഉള്ളത്? പിന്നെ ഈ ട്രാക്ക് പിടിച്ചേക്കുന്നത് ബോധപൂർവ്വമാണോ? ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല നമ്മൾ. ആദ്യം ഞാൻ ചെയ്യുന്നത് നമുക്ക് സിനിമയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ചെയ്യേണ്ടത് നമ്മൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെന്റിനെ നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ്. ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിനു വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്ന ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. നമ്മൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞ ഈ മാറ്റങ്ങൾ ഇപ്പോൾ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കൊട്ടൊരു കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആ ഷെല്ല് ബ്രേക്ക് ചെയ്തപ്പോഴാണ്. പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമോഹ് കഴിഞ്ഞപ്പോൾ വെള്ളിമോഹ് ലൈൻ തന്നെയായിരുന്നു കുറേ. നമ്മളിൽ നിന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിത്തുവിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക്
ജിത്തുവിൻ്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ എൻഗേജ് ആയിട്ട് കണ്ടുള്ള സിനിമകൾ. പിന്നെ ജിത്തുവിന് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അറിയും, ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ സേഫ് സോൺ പിടിക്കുക എന്ന് പറയുന്നത് ആ രീതി ജിത്തുവിൻ്റെ മൂവിയാണ്.